നമ്മുടെ സ്കൈപ്പിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ 4 ഗോഡ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. സ്കൈപ്പി ആർക്കിൽ 4 ഗോഡ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുള്ളത്. സൺ ഗോഡ്, റെയിൻ ഗോഡ്, എർത്ത് ഗോഡ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗോഡ്. ഇതിൽ നമ്മുടെ സൺ ഗോഡ് ആരാണെന്ന് റിവീൽ ആയിട്ടുണ്ട് നമ്മുടെ ലൂഫി. ഇനി ബാക്കിയുള്ളത് റെയിൻ ഗോഡ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗോഡ്, പിന്നെ എർത്ത് ഗോഡ്. ഇവരാരൊക്കെയായിരിക്കും? റെയിൻ ഗോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്താണ് സാസ എന്ന് പറയുന്ന റെയിൻ ഗോഡ് റിവീൽ ആയത്. ഇതിൻ്റെ ഇപ്പോഴത്തെ യൂസർ നമ്മുടെ ഡ്രാഗൺ ആണെന്നാണ് പലരും പറയുന്നത്. ആ തിയറി സത്യമാവാനും നല്ല ചാൻസ് തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഗോഡ്. ഈ ഫോറസ്റ്റ് ഗോഡ് എന്നറിയപ്പെടുന്നത് മറ്റാരുമല്ല നമ്മുടെ ചോപ്പറാണെന്നും പലരും പറയുന്നുണ്ട്. കാരണം നമ്മുടെ ചോപ്പറിൻ്റെ ഡെവിൾ ഫ്രൂട്ടിനെ പറ്റി ഒരുപാട് മിസ്റ്ററീസ് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ട്രംപ് ഐലൻഡിലേക്ക് പോകാനുള്ള കാരണം ഇതുവരെ എന്താണെന്ന് റിവീൽ ആയിട്ടില്ല. അത് തന്നെ. പിന്നെ ഫൈനലി നമ്മുടെ എർത്ത് ഗോഡ്. എർത്ത് ഗോഡ് ഒരു പക്ഷേ ഇമൂസമ്മ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എനിക്കറിയാം ഇമൂസമ്മയുടെ ഡെവിൾ ഫ്രൂട്ടിൻ്റെ പേര് ഡെവിൾസ് ഫ്രൂട്ട് എന്നൊക്കെയാണ്. എന്നാലും നമ്മുടെ ഇമൂസമ്മ എർത്ത് ഗോഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഇതിനുള്ള കാരണം നമ്മുടെ 5 എൽഡേഴ്സിൻ്റെ പേര് തന്നെയാണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എർത്തിനെ വലയം വെക്കുന്ന പല പ്ലാനറ്റ്സിൻ്റെ പേരുമാണ് 5 എൽഡേഴ്സിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇമൂസമ്മ എർത്ത് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പലരും പറയുന്നത്. സോ ഇത്രയും പേരാണ് നമ്മുടെ ഗോഡ് ആവാൻ ചാൻസ് ഉള്ള ആൾക്കാർ. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ കൂടി എന്ന് എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് മറ്റൊരു സംബന്ധിച്ചിടയിൽ കാണുന്നവരെ ബൈ ബൈ.